വയനാട്ടിലുണ്ടായ ദുരന്തം, ഈ ദുരന്ത ഭൂമിയിൽ നിന്ന് ഓരോ ദിവസവും നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കാത്ത വാർത്തകളാണ് വന്നുകൊണ്ടേയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കണ്ടാണല്ലോ, ഈ ദുരന്തത്തിന് സഹായം നൽകുന്ന ആൾക്കാരെ പോലും സാമൂഹിക വിരുദ്ധർ വൃത്തികെട്ട കമൻറ്റുകളിലൂടെ അധിക്ഷേപിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ഇപ്പം മുലപ്പാലിൻ്റെ വിഷയത്തിൽ സജിനും ഭാവനയും, സജിൻ്റെ ഭാവന മുലപ്പാൽ കൊടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞപ്പോൾ ഒരു സാമൂഹിക വിരുദ്ധന്മാർ എന്ന് പറയണം വന്ന് കമൻ്റ് അടിക്കുന്നത് എനിക്കും കൂടെ കുറച്ച് തരുമോ എന്നാണ്. നാട്ടുകാർ പിടിച്ച് പെരുമാറി വിട്ടു, അത് വേറെ കാര്യം. രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഈ വയനാട് ദുരന്തം മുഖത്ത് നിൽക്കുന്ന നമ്മുടെ ജേർണലിസ്റ്റുകളായിട്ടുള്ള ക്യാമറാമാൻമാർ, വീഡിയോ ജേർണലിസ്റ്റുകൾ പോലും ഈ വിഷ്വൽ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ കണ്ണിൽ നിന്ന് വെള്ളം ഒഴുകുന്ന പല മാധ്യമങ്ങളും പുറത്തു വിട്ടിട്ടുണ്ട്. അത് വളരെ സത്യമാണ്, കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് പോലും സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആ സാഹചര്യത്തിലും അവിടെ മോഷണങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. മോഷണങ്ങൾ, ആ മൃതദേഹത്തിൽ നിന്നും സ്വർണ്ണങ്ങൾ കവരുക, ഈ വീടുകൾ തകർന്നു വീണ വീടുകളിൽ നിന്നും സാധനങ്ങൾ കവരുക, എന്തൊരു മനസ്ഥിതിയാണ് ഈ ആൾക്കാരുടെ. ഇത് അവിടെ മാത്രമല്ല, എല്ലാ ദുരന്ത ഭൂമിയുടെയും മറുവശം ഇതാണ്. ദുരന്ത ഭൂമിക്ക് രണ്ട് വശമുണ്ട്. ഒന്ന് രക്ഷാപ്രവർത്തനവും ജീവൻ രക്ഷിക്കാനുള്ള ശ്രമവും മൃതദേഹം കണ്ടെത്തലും അങ്ങനെയുള്ള ഒരു സൈഡിൽ. രണ്ടാമത്തെ വശമാണ് ഈ മോഷണം. അതെല്ലാ ദുരന്ത ഭൂമിയിലുമുണ്ട്. ഇത് ഞാൻ നേരിൽ കാണുന്നത് പുറ്റിങ്ങൽ വെടിക്കെട്ട് ദുരന്ത സമയത്താണ്. പുറ്റിങ്ങൽ വെടിക്കെട്ട് ദുരന്തം നടക്കുന്ന ഏതാണ്ട് 3:15 മണിക്കാണ് പുലർച്ചെ. 4 മണിക്കോടുകൂടി ഞാൻ അവിടെ തിരിച്ചെത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടെ നിന്നാണ് പോയത്. ഞാൻ പുറ്റിങ്ങൽ ഉണ്ടായിരുന്നു. പുറ്റിങ്ങൽ നമ്മുടെ ഒരു മാധ്യമപ്രവർത്തകൻ അവിടെ ഉണ്ടായിരുന്നു, ഞങ്ങളുടെ ഒപ്പമുള്ള മാധ്യമപ്രവർത്തകൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അമ്പലത്തിൽ ഉത്സവമാണ്, നമ്മളവിടെ ഉണ്ടായിരുന്നു. അവിടുന്ന് പോയി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അദ്ദേഹം തന്നെയാണ് ഇതുപോലൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നത്. നമ്മളവിടെ തിരിച്ചു വരുന്നു. പിന്നീട് യൂണിറ്റുകൾ പെട്ടെന്ന് എത്തുന്നു. കറണ്ടില്ല, വെട്ടമില്ല, ഒന്നുമില്ല, ഒന്നും തിരിച്ചറിയാൻ പോലും പറ്റുന്നില്ല. മൊത്തം പുകയും ഇതുമൊക്കെയാണ്. അപ്പോൾ ഈ നേരം പുലർന്നു വരുമ്പോൾ അപ്പോഴത്തേക്ക് DSNG കാര്യങ്ങളൊക്കെ വന്നു. DSNG ഇട്ടേ ലൈവ് ചെയ്യാൻ പറ്റും, ലൈവ് ബാഗ് ഒന്നും എടുക്കാൻ പറ്റില്ല. ആ ഒരു അവസ്ഥയിലേക്ക് എത്തി. മാത്രമല്ല ലൈവ് ബാഗ് എന്ന് കുറവാണ്, വന്നിട്ടില്ല നേരെ ജീവൻ. അപ്പോൾ DSNG ഇട്ട് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഈ ക്യാമറയുടെ വെട്ടത്തിലാണ് പേഴ്സുകൾ തിരയുന്നു. മരിച്ചു കിടക്കുന്ന ആളുകളുടെ പേഴ്സുകൾ തെരഞ്ഞു പിടിച്ചെടുത്തുകൊണ്ട് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നമുക്ക് ആ സമയത്ത് പെട്ടെന്ന് പോയി അത് തടഞ്ഞു പിടിക്കാൻ ഒന്നും പറ്റില്ല. കാര്യം നമ്മളാകെ ഇത് കണ്ടിട്ട് ഞെട്ടി നിൽക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് നേരിട്ട് ഇത്രയധികം പേർ മരിച്ചു കിടക്കുന്ന, ഇത്രയും കൈയും കാലും ഒക്കെ വേർപെട്ട് ആളുകളുടെ ഭാഗങ്ങൾ ഒക്കെ കാണുന്നത്. ഒന്ന് പുലർന്നു വന്നപ്പോൾ നേരം പുലർന്നു വരവേ ചവിട്ടി നിന്ന മണ്ണിനടിയിൽ വിരലുകൾ കണ്ടു. അപ്പോൾ അതൊക്കെ കണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയും നമ്മൾ അവർ ഞെട്ടലിൽ നിൽക്കുകയാണ്. ഏത് മനുഷ്യനാണെങ്കിലും ഞെട്ടലിൽ നിൽക്കുമ്പോൾ അവിടെയും മോഷണം നടന്നു. ഇപ്പോൾ ഇവിടെ നടന്നിരിക്കുന്നത് മുണ്ടക്കയിലും ചൂരൽമലയിലും വ്യാപകമായ മോഷണം നടക്കുന്നു. ധനുഷ് പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ്. ഒന്നും മൃതശരീരത്തിൽ നിന്നും സ്വർണം കവരുക. ഈ സ്വർണം കവരാനും ഈ ഒരു അപകടം ഉണ്ടാകുമ്പോൾ അവിടെ മോഷണം എന്ന ചിന്തയോട് കൂടി വരുന്നവരുണ്ട്. അവിടെ ഉള്ളവരായിരിക്കാം, ചിലപ്പോൾ പുറത്തു നിന്ന് വന്നവരായിരിക്കും. അവൻ്റെ ഉള്ളിലെ കള്ളൻ അവിടെ വർക്കൗട്ടാവും. അവൻ സ്വർണം അടിച്ചു മാറ്റും, പണം അടിച്ചു മാറ്റും, പേഴ്സുകൾ അടിച്ചു മാറ്റും. ഇപ്പോൾ അവിടെ സംഭവിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സാധനം മിഷൻ വാളുകൾ അടിച്ചുകൊണ്ട് പോയി. മിഷൻ വാളുകൾ എന്ന് പറഞ്ഞാൽ രക്ഷാപ്രവർത്തകർ അവിടെ കൊണ്ടുവന്ന മിഷൻ വാളുകൾ, കൈ മിഷൻ അടക്കമുള്ളത് വിലയുള്ള സാധനമാണ്. ഇതടിച്ചുകൊണ്ട് പോയി കളഞ്ഞു. അത് അവരൊരു വീട് തുറന്ന് വീടിനുള്ളിൽ പരിശോധന നടത്തിക്കൊണ്ടിരിക്കവേ പരിശോധന നടത്തി തിരിച്ചു വന്നപ്പോൾ മിഷൻ വാളും ഇല്ല, കൈവാളും ഇല്ല, പിന്നെ ഇതൊന്നുമില്ല, എല്ലാം എടുത്തുകൊണ്ട് പോയി കളഞ്ഞു. അതുപോലെ അവിടെ സംഭവിച്ചിരിക്കുന്ന മറ്റൊരു കാര്യം, വെള്ളം കയറാതെ ഉള്ള വീടുകൾ, പൂട്ടിപ്പോയ വീടുകൾ. അതായത് രക്ഷാപ്രവർത്തകരും സന്നദ്ധ പ്രവർത്തകരും അതുപോലെ തന്നെ വേണ്ടപ്പെട്ട അധികാരികളുടെ നിർദ്ദേശം നിങ്ങൾ എത്രയും പെട്ടെന്ന് മാറണം. കാരണം തുടർച്ചയായിട്ടാണ് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത്. തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് മാറാൻ പറഞ്ഞു. ഈ വെള്ളം കയറാത്ത വീടുകളുടെ പലതിൻ്റെയും കഥകളെ പൊളിച്ചിരിക്കുന്നു. എന്തിനു പൊളിച്ചു? അതൊരു വലിയ ചോദ്യമല്ലേ. അതിനുള്ളിൽ നിന്ന് സ്വർണവും പണവും കവർന്നു കൊണ്ടുപോയിരിക്കുന്നു. എത്ര ഭീകരരാണ് മനുഷ്യരാണ് ഈ മലയാളികൾ. മലയാളികൾ എന്നൊക്കെ പറഞ്ഞ് പിന്നെ നമ്മൾ മലയാളികളാണ്, നാം അതിജീവിക്കുക എന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ കടന്ന് തള്ളുമ്പോൾ വലിയൊരു വിഭാഗം കള്ളന്മാർ അവിടെ വലിയ മോഷണം നടത്തുകയാണ്. പിടിച്ചു പറിക്കുകയാണ് അവന്മാർ. മരിച്ചു കിടക്കുന്ന മൃതശരീരത്തിൻ്റെ കയ്യിലെയും കാലിലും കിടക്കുന്ന സ്വർണ്ണം ഊരിയെടുക്കാൻ ഒരു മനുഷ്യനായിട്ടുള്ള സാധിക്കുമോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത് ഈ ഗംഗയിലൊക്കെ മുങ്ങിത്തപ്പി സ്വർണം കണ്ടെത്തുന്നവരുണ്ട്. ഈ മൃതശരീരങ്ങളെ എടുത്ത് പിന്നെ ആഭരണങ്ങളോടുകൂടി ഗംഗയിലേക്ക് ഒഴുക്കി കഴിഞ്ഞാൽ അതിന് പുണ്യം കിട്ടുമെന്നുള്ള തെറ്റിദ്ധാരണ മൂലം മൃതശരീരത്തെ എടുത്ത് ഗംഗയിലേക്ക് എറിയാറുണ്ട്. ഈ ഗംഗയിൽ നിന്ന് മൃതശരീരത്തിൻ്റെ നിന്നും സ്വർണം തപ്പിയെടുത്തുകൊണ്ട് പോകുന്നവരുണ്ട്. അത് മറ്റൊരു കാഴ്ചയാണ്. അത് ചെയ്ത പ്രവർത്തിക്കുള്ള ഫലം എന്ന് കരുതിയാൽ മതി. എടുത്ത് മൃതശരീരം എടുത്ത് ഗംഗയിലേക്ക് ഒരു പുണ്യനദിയിലേക്ക് എറിയാൻ പാടില്ല. വിശ്വാസത്തിൻ്റെ പേരിൽ അത് എറിയുന്നു, കള്ളൻ അത് അടിച്ചുകൊണ്ട് പോകുന്നു. അത് ബാലൻസിങ് ആണ്. പക്ഷെ ഇതങ്ങനല്ല. ഒന്നും അറിയാതെ മരിച്ചു പോയ കുറേ മനുഷ്യരുടെ സ്വർണവും പണവും എല്ലാം കവർന്നു പോകുന്നു. ജീവിച്ചിരിക്കുന്ന കുറേ പേർ ഇവിടെ ക്യാമ്പുകളിൽ കിടക്കുകയാണ്.
മുണ്ടക്കയിലും ചൂരൽമലയിലുമൊക്കെ അവിടെ ജീവിച്ചിരിക്കുന്ന മനുഷ്യർ, അവരുടെ വീട് തകർന്നിട്ടില്ല, ഒന്നും തകർന്നിട്ടില്ല. അവർ വീട് പൂട്ടി ഇവിടുത്തെ നിർദ്ദേശപ്രകാരം, വേണ്ടപ്പെട്ട അധികൃതരുടെ നിർദ്ദേശപ്രകാരം അവർ വീട് പൂട്ടി ക്യാമ്പിൽ പോയി നിന്നപ്പോൾ ഇവിടെ വീടിന്റെ കതക് പൊളിച്ചിരിക്കുന്നു. കതക് പൊളിച്ച് മോഷണം നടത്തിയിരിക്കുന്നു. അവിടെ നിന്ന് വരുന്ന ഓരോ ബൈറ്റുകൾ ഇപ്പോൾ അതാണ്. ആരായിരിക്കും ഇത് ചെയ്യുന്നത്? സാമൂഹിക ദ്രോഹികൾ. മാത്രമല്ല പ്രദേശത്തിനടുത്തുള്ളവർ, പ്രദേശവാസികളായിട്ട് അവിടെ ആരുമില്ല. മിക്കവാറും എല്ലാം പോയി കഴിഞ്ഞു. ആ പ്രദേശത്തെ നന്നായി മനസ്സിലാക്കുന്നവർ തന്നെയാണ് ഈ മോഷണം നടത്തിയിരിക്കുന്നത്. കാരണം ഏതൊക്കെ വീട് തെരഞ്ഞു പിടിച്ച് പൊളിക്കാൻ പറ്റുമെന്ന് ഇവർക്ക് നന്നായിട്ട് അറിയാം. ഒരു കള്ളൻ എന്ന് പറയുന്നവന് മോഷണം നടത്തണമെങ്കിൽ ആദ്യം അവനത് കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. ഇത് കൃത്യമായിട്ടുള്ള ഓപ്പറേഷനാണ്, കൃത്യമായി പ്ലാൻഡ് ആയിട്ടാണ് ഈ കളവ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ കളവ് എന്നൊക്കെ പറയുമ്പോൾ ഇതിനെ ന്യായീകരിക്കാൻ എങ്ങനെ പറ്റും? നമ്മൾ ഒരു സൈഡിൽ കിടന്ന് സോഷ്യൽ മീഡിയയിൽ അറഞ്ചം പുറഞ്ചം തള്ളുകയാണ്, നാം മലയാളികൾ നാം അതിജീവിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. ഇവിടെ വലിയ വേറൊരു ഇത് നടക്കുന്നുണ്ട്. ധനുഷ ഇത് പറഞ്ഞതുകൊണ്ടാണ് വലിയ പ്രഹസനം നടക്കുന്നുണ്ട്. പ്രഹസനം എന്ന് പറയുന്നത്, ഞാനിത് പ്രഹസനം എന്ന് പറയുമ്പോൾ വിമർശനങ്ങൾ കേട്ടേക്കാം, പക്ഷേ പ്രഹസനമാണ്. പിന്നെ കുഞ്ഞുങ്ങളെ ഞങ്ങൾ ഏറ്റെടുക്കാമെന്ന് ആത്മാർത്ഥമായി പറയുന്നവരെക്കാൾ കൂടുതൽ ഒരു ആത്മാർത്ഥതയും ഇല്ലാതെ പബ്ലിസിറ്റിക്ക് വേണ്ടി ഇത് പറയുന്നവരുണ്ട്. ഇതിനൊരു നിയമമുണ്ട്. അത് വീണ ജോർജ് ഇട്ടില്ലല്ലോ ഫേസ്ബുക്കിൽ. അതിനൊരു നിയമമുണ്ട്. ആ നിയമപ്രകാരം മാത്രമേ ഒരു കുഞ്ഞിനെ ഏറ്റെടുക്കുവാൻ ഒരാൾക്ക് സാധിക്കുകയുള്ളൂ. ഇത് ഒരു സിംഗിൾ ആയിട്ട് ഒരാൾ വന്നിട്ട് ഓരോരുത്തർ പോസ്റ്റ് ഇടുകയാണ്, ഓരോ യുവാക്കൾ എടുത്ത് പോസ്റ്റ് ഇടുകയാണ്, ഞാൻ ഏറ്റെടുത്തോളാം, ഞാൻ കൊണ്ടു കൊടുത്തു നോക്ക്. ആത്മാർത്ഥമായിട്ട് പറയുന്നതായിരിക്കില്ലേ? ആരാത്മാർത്ഥമായിട്ട് എത്ര പേരുണ്ടാവും? ഈ കുഞ്ഞിനെ എടുത്ത് അവരുടെ കയ്യിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ വളർത്താൻ പറ്റുമോ? അതിന് നിയമം സമ്മതിക്കൂ? ഇതിനെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായി ബോധ്യം ഇവർക്കുണ്ടെന്ന്. ഇതൊക്കെ വെച്ചിട്ടാണ് ഈ പറയുന്നതെല്ലാം പറയുന്നത്. അതുപോലെ തന്നെ പലരും പറയുന്നുണ്ട്, അതായത് ഇത് സംഭവിക്കുന്ന ഒരു കാര്യം, ആത്മാർത്ഥത എന്ന് പറയുന്ന സാധനത്തിനെ നമ്മൾ ഒരിക്കലും എന്താ പറയുക, ഈ പറയുന്ന പബ്ലിസിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കാറില്ല. അത് പോയിന്റാണ്. ആത്മാർത്ഥതയെ നമ്മൾ ഒരിക്കലും പബ്ലിസിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കില്ല. അതാണ് നമ്മൾ ജോർജ് കുര്യനിൽ അവിടെ കണ്ടത്. അദ്ദേഹം അവിടെ പോയി വലിയ രക്ഷാപ്രവർത്തനവും കാര്യങ്ങളുമൊക്കെ നടത്തിയപ്പോൾ ഇവിടുത്തെ ഒരു മീഡിയയും അറിയാത്തത് ജോർജ് കുര്യൻ എന്ന ആ മനുഷ്യൻ ചെളിയിൽ നിന്നപ്പോൾ ഇവിടുത്തെ ആൾക്കും കേന്ദ്രമന്ത്രിയാണ് നിൽക്കുന്നതെന്ന് മനസ്സിലായില്ല. കേന്ദ്രമന്ത്രിയാണ് അവിടെ ആ ചെളിക്കുട്ടിൽ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ഇവിടുത്തെ മാധ്യമങ്ങളെ കൊണ്ട് സാധിച്ചില്ല. അതുകൊണ്ടാണ് ആ വാർത്ത പുറത്തു വരാഞ്ഞത്. മനഃപൂർവ്വമാരും തമസ്കരിച്ചതായിട്ട് തോന്നുന്നില്ല. അവരുടെ ചാനൽ പോലും കൊടുത്തില്ലെന്ന് തോന്നുന്നു. അവരുടെ ചാനലിൽ പോലും ഞാൻ ആ വാർത്ത നേരെ ചൊവ്വേ കണ്ടില്ല. അപ്പോൾ അതാണ് സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം. ഇവർ പബ്ലിസിറ്റി എടുത്ത് പ്രഹസനം പബ്ലിസിറ്റിയായി മാറുകയാണ്. ഇതിനെ നമ്മൾ അധികം വിശ്വസിക്കാൻ പാടില്ല. പിന്നെ അവിടെ ഒരു നിയമം, ഒരു നിർദ്ദേശം കൊണ്ടുവച്ചിട്ടുണ്ട്. ഇവരെ ഈ സന്നദ്ധ പ്രവർത്തകരെ അവിടേക്ക് വരുമ്പോൾ രജിസ്റ്റർ ചെയ്യണമെന്ന്. അത് എന്തിനാണെന്നറിയുമോ? ഈ മോഷണം നടക്കുന്നതുകൊണ്ട്. അതിന് ഗവൺമെന്റ് വെച്ചിരിക്കുന്ന നിർദ്ദേശം, അവിടുത്തെ ഭരണകർത്താക്കൾ പറഞ്ഞിരിക്കുന്നത് ഇവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണെന്ന്. ഒന്നുമല്ല, കള്ളന്മാർ കയറിയിട്ടുണ്ടെന്ന് അവിടുത്തെ ആൾക്കാർക്ക് മനസ്സിലായി. അവിടെ നിൽക്കുന്ന പോലീസിനും ഫയർഫോഴ്സിനും ബാക്കിയുള്ള സൈന്യത്തിനും ഒക്കെ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അവിടെ വ്യാപകമായ മോഷണം നടക്കുന്നുണ്ടെന്ന്. നമ്മൾ ഈ രാത്രികാലത്ത് പെട്രോളിംഗ് ഏർപ്പെടുത്തി. പെട്രോളിംഗ് ഏർപ്പെടുത്തിയേ പറ്റൂ. കാര്യം എന്തെന്നറിയാമോ? അവിടെ ഈ കാപ്പിയും ഏലത്തിൻ്റെയൊക്കെ കൃഷി വ്യാപകമായിട്ടുണ്ട്. അവിടുത്തെ ഈ ഭൂരിഭാഗം പേരും ഈ പ്രവാസികളായിരുന്നു. ഈ പ്രവാസികൾ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് വന്ന ശേഷം ഇവിടെ വലിയ തോതിൽ ഭൂമി വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. ആ ഭൂമിയിൽ ഏലവും കാപ്പിയും ഒക്കെ കൃഷി ചെയ്ത് അതിൻ്റെ വിളവെടുത്ത് കഴിഞ്ഞ സമയത്താണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ പണവും കാര്യങ്ങളും ഈ വീടുകളിലുണ്ട്. ഈ വീടുകളിൽ സൂക്ഷിക്കുന്നവരുണ്ട്, ഈ ബാങ്കുകളിൽ സൂക്ഷിക്കാതെ വീടുകളിൽ സൂക്ഷിക്കുന്നുണ്ട്. ഇത് മനസ്സിലാക്കിയവരാണ് ഈ വീടുകൾ കയറി കക്കുന്നത്. ആ മോഷണം അത് എത്ര ഭീകരമായിട്ടുള്ളൊരു പ്രവൃത്തിയാണെന്ന് ആലോചിച്ച് നോക്ക്. ഇത് വേറെ ആരും, അവിടുത്തെ നാട്ടുകാർ പറയുന്നു ഈ സ്ഥലത്തെ നന്നായി മനസ്സിലാക്കിയവരാണ് ഇത് ചെയ്തിരിക്കുന്നത്. കാരണം ഓരോ വീടുകളും ഐഡന്റിഫൈ ചെയ്ത് വീടുകൾ മനസ്സിലാക്കിയിട്ട് വീടുകളുടെ കതക് പൊളിച്ച് അതിനുള്ളിൽ കയറി അലമാര തുറന്ന് സ്വർണ്ണമൊക്കെ കവർന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് വീണ്ടും ആ പുറ്റിങ്ങലിലേക്ക് പോകാം. പുറ്റിങ്ങലിലേക്ക് കൊണ്ടുപോകുമ്പോൾ ബോഡികളെല്ലാം പാർട്സായിട്ട് തെറിച്ചു പോവുകയായിരുന്നു. ഇതുപോലെയല്ല, പൊട്ടിത്തെറിച്ചു പോവുകയായിരുന്നു. ഞാൻ കാണുന്ന ഒരു ദൃശ്യം എന്ന് പറയുന്നത് ഒരു കോൺക്രീറ്റ് തൂണിനകത്തെ കമ്പി, ആ കമ്പി നെഞ്ചിൽ തറച്ചിരിക്കുകയാണ് ഒരു മനുഷ്യൻ്റെ. തൂണും തറച്ചിരിക്കുകയാണ്. തൂണിൻ്റെ പകുതിയുണ്ട്, അതായത് ഈ കോൺക്രീറ്റ് തൂണിൻ്റെ പകുതിയുണ്ട്, അതിലെ ഒരു ഭാഗം കമ്പിയുണ്ട്, അതിങ്ങനെ നെഞ്ചിൽ തറച്ചൊരു മനുഷ്യനിരിക്കുകയാണ്. അങ്ങനെയുള്ള ദൃശ്യങ്ങൾ, ഭീകരമായ ദൃശ്യങ്ങളായിരുന്നു. 112 പേരെ മരണപ്പെട്ടു. 112 പേർ വലിയ കണക്കാണ്. കേരളം കണ്ട വലിയ ദുരന്തങ്ങളിൽ ഒന്നാണ് പിടികെട്ട് ദുരന്തം. അപ്പോൾ ചീന്തിപ്പോയ മനുഷ്യരുടെയൊക്കെ കൈകളിലെ പേഴ്സ് കരയുക എന്ന് പറയുന്നത് ആലോചിച്ച് നോക്ക്. അവരുടെയൊക്കെ മാനസികാവസ്ഥ എന്തായിരിക്കും? മാനസികാവസ്ഥ എന്ന് പറയുന്നത് അവരെ മനുഷ്യരായി നമുക്ക് കണക്കുകൂട്ടാൻ പോലും പറ്റാത്ത രീതിയിലുള്ള മാനസികാവസ്ഥയുള്ള മലയാളികൾ നമ്മുടെ ഇടയിലുണ്ട്. മലയാളി എന്ന് പറഞ്ഞ് നമ്മൾ വലിയ ഉറഞ്ഞു തുള്ളുമ്പോൾ ഇവിടെ മലയാളികൾക്കിടയിൽ ഒട്ടും മാനുഷിക പരിഗണന പോലും കൊടുക്കാത്ത
മനുഷ്യൻ പോലും ആണെന്ന് കരുതാൻ പറ്റാത്ത മനുഷ്യരുണ്ട്. അത്തരത്തിലുള്ള ആളുകൾ നമുക്കിടയിലുണ്ട്. അതിൻ്റെ നേർസാക്ഷ്യമാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ദുരന്തത്തിന് രണ്ട് മുഖമുണ്ട്. ആ രണ്ടാമത്തെ മുഖത്ത് നിൽക്കുന്നത് നമ്മുടെ ബാഹുബലി സിനിമയിൽ ആ യുദ്ധം ചെയ്യാൻ വരുന്ന കാട്ടാളന്മാരെക്കാൾ ഭീകരമായിട്ടുള്ള മനുഷ്യരാണ്. അത്രയും ഭീകരമായ മനുഷ്യരാണ് ഈ ദുരന്ത മുഖത്തിൻ്റെ രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നവർ. ഇവർക്കെതിരെ കണ്ടുപിടിക്കണം, പോലീസ് കണ്ടുപിടിക്കണം, ഇങ്ങനെയുള്ളവന്മാരെ തപ്പിപ്പിടിച്ച് ഇവന്മാരുടെയാണ് ആദ്യം എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഫോട്ടോ ഇടേണ്ടത്. ഇപ്പോൾ ഒരാളെ പിടിച്ച് തല്ലു കൊടുത്തു, ദുരന്തം ആഘോഷിക്കുന്നവരും ഒരാളെ പിടിച്ച് ദുരന്തം ആഘോഷിക്കുന്നവർ, ദുരന്തം ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഒരു അവസരമായി കരുതുന്നവർ, ഇവന്മാരെയാണ് ആദ്യം പിടിച്ച് സോഷ്യൽ മീഡിയയിൽ എടുത്ത് വെളിയിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. മോഷ്ടിച്ചതിന് പിടിച്ചു നിർത്തിയിട്ട് ഫോട്ടോ എടുത്ത് നിയമത്തിന് കൊടുക്കുന്നതിന് മുൻപേ ഇവന്റെ ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ട് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലോ ഇൻസ്റ്റയിലോ എക്സിലോ എന്തിലേലുമൊക്കെ എടുത്തിട്ട് ഇവന്മാരെ 10 പേരെ അറിയിക്കണം. അവിടെ ഇങ്ങനെ ഓരോ മൃതദേഹത്തിൽ നിന്നും ഓരോ ആഭരണങ്ങൾ കവരുമ്പോഴും വീട് കുത്തി തുറക്കുമ്പോഴും ഇവരുടെ മനസ്സിലൊരു ആശ്വാസമുണ്ട്. ഇതിലും വലിയൊരു ദുരന്തം നടന്നു, എന്നെയൊക്കെ ആര് പിടിക്കാനെന്നുള്ളൊരു, അങ്ങനെ ചെയ്യാൻ പാടില്ല, അവരെ പിടിക്കണം എന്നല്ലേ. ഒരിക്കലും ആ ദുരന്തം അവനെ തേടി വരും, ഒരിക്കലും ആ ദുരന്തം അവനെ തേടി വരും എന്നുള്ളത് ഇപ്പോൾ നോക്കിക്കോണം. ഇപ്പോൾ ഈ കൊണ്ടുവന്നിരിക്കുന്ന ബോഡികളിൽ പിന്നെ ഭൂരിഭാഗത്തിലും സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടാവില്ല. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഭൂരിഭാഗത്തിലും ഉണ്ടാവില്ല. ഉണ്ടായെങ്കിൽ അതൊരു പകുതിയിൽ താഴെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഭൂരിഭാഗത്തിലെയും ഇവന്മാർ കട്ടെടുത്തിരിക്കും. അതായത് അവരുടെ ഒരു രീതിയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അത്ഭുതത്തോടു കൂടിയാണ് അന്ന് പുലർച്ചെ അത് കണ്ടുകൊണ്ടിരുന്നത്. ഞാൻ കുറച്ച് നേരം ഞെട്ടലിങ്ങനെ നിന്നതുകൊണ്ടാണ്. പിന്നീട് മാത്രമല്ല, നമുക്ക് തുടർച്ചയായിട്ട് ലൈവ് വരുന്നു. പിന്നെ മാത്രമല്ല, ആ സമയത്ത് ഇതൊന്നും പിടിക്കാൻ ഉള്ള സമയമല്ലല്ലോ. ഒരു മനുഷ്യൻ രക്ഷപ്പെട്ടു പോകട്ടെ എന്നുള്ളതാണല്ലോ നമ്മുടെ വലിയൊരു ആഗ്രഹം. ആ സമയത്ത് ഇതൊന്നും ഓടി നടന്നാണ് ഇത് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഒന്നോ രണ്ടോ ഒരു പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വിചാരിക്കും ഇതിൻ്റെ ഇടയ്ക്ക് ഓടിയതിൻ്റെ ഇടയ്ക്ക് എടുത്തതാണ്. ഇത് ഓടി നടന്ന് പലരും തപ്പിയെടുക്കുകയാണ് പേഴ്സ് തപ്പിയെടുക്കുന്നു, പോക്കറ്റ് കയറ്റുന്നു, പിന്നെ ബോഡി എടുക്കുന്നു. എന്തിനാണ് ഇവൻ പേഴ്സ് എടുത്ത് പോക്കറ്റ് കയറ്റുന്നത്? ബോഡി എടുത്താൽ പോരെ. ബോഡിയുടെ പോക്കറ്റിൽ ഇരിക്കുന്ന പേഴ്സ് എടുത്ത് ഇവൻ്റെ പോക്കറ്റ് കയറ്റേണ്ട കാര്യമുണ്ടോ? ഇല്ലല്ലോ. ഇങ്ങനെയാണ് മനുഷ്യർ. ഇത്തരം മലയാളികൾ കൂടി നമ്മുടെ ഇടയിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്കിത് അവസാനിപ്പിക്കാം.